കന്യാസ്ത്രീമാർ അറസ്റ്റിലായതിന്റെ ഉത്തരവാദി ആര്? ഉത്തരവാദികളില്ലാത്ത, ഉത്തരം കിട്ടാത്ത ഒരു സംഭവമാണല്ലോ ഇപ്പോഴുള്ള ചൂടുപിടിച്ച പ്രശ്നം. ഭീകരത പടർത്തി പ്രശ്നം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അന്നം മുട്ടാണ്ടിരിക്കാൻ മുട്ടാപ്പോക്ക് ന്യായവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായതിന്റെ ഉത്തരവാദി ആരാ? BJP ആണോ? BJP അല്ല, അവര് രക്ഷകരാ. തലയ്ക്ക് പിന്നിൽ മറ്റേ മഞ്ഞവെട്ടമൊക്കെ ഉണ്ട്. അല്ല, ഇനിയിപ്പോ ഉത്തരവാദി ഇല്ലാന്നിരിക്കട്ടെ, അവരൊന്ന് ഇറക്കാൻ വേണ്ടത് ചെയ്തൂടെ? അതും പറ്റൂല. ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം. അല്ല, അപ്പൊ ആരാ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ? അല്ല പിന്നെ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, അത്രേ അങ്ങ് മനസ്സിലാക്കിക്കൊണ്ടാ മതി. ജോർജ് സാറിനിപ്പോ കോൺഗ്രസ്സുകാരാണ് പ്രശ്നം. അവരിടപെടട്ടേന്ന്. ജോർജ് സാറിന് എനിക്ക് പങ്കൊന്നുമില്ലേ? സാറുടെ സംഘത്തിനും പങ്കൊന്നുമില്ലാന്നാണ് ഈ പറഞ്ഞു ഒപ്പിക്കണത്. കേരളമാണെങ്കിൽ വേറെ രാജ്യത്താണ് മോദിജി നമുക്ക് നേരത്തെ മനസ്സിലാക്കി തന്നിരുന്നു. ഇപ്പൊ താണ്ടേ സാറും പറയണു അവിടുത്തെ രീതി അവിടല്ലേന്ന്. അവിടുത്തെ രീതി അവിടെയല്ലേ, കേരളത്തിലെ രീതി കേരളത്തില്. അതായത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ ചൈനയിലേക്ക് മാറ്റിയിരിക്കുവാണേ. ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ, അത്രയാണ് ഇപ്പൊ പറയുന്നത്. ഈ പറഞ്ഞതൊക്കെയും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതെ, ഉത്തരവാദിത്തപ്പെട്ടവർ, അത് അവർക്ക് മനസ്സിലാവും. എത്ര വാശി പിടിച്ചാലും ആ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാന്ന് പറയൂലെന്ന വാശിയിലാണ് സാറ്. സാറല്ലേ, വേറെ ആര് പറയാനാ? ഒന്ന് പറയുന്നേ. നിങ്ങൾ ആരുടെ പേര് വേണേലും പറഞ്ഞു, എന്റെ പേരൊഴികെ. എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാലും ആരും എന്റെ കഞ്ഞിമുടി മുട്ടിപ്പിക്കരുതേ പ്ലീസ് എന്ന മൈൻഡിലാണ് ജോർജ് സാറ്. എന്നാലും ഉത്തരവാദി ആരാന്ന് മാത്രം ചോദിക്കരുത്. ഇനി ഉത്തരവൊന്നും കിട്ടിയില്ലേ, വിശ്വാസിയാ സാറ്. അതുകൊണ്ടാ ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുത്തതും, അല്ലാണ്ട് കഴിവുകൊണ്ടൊന്നല്ല. പിന്നെ ഒരു മെയിൻ കാര്യം, ഇപ്പോ ഈ കന്യാസ്ത്രീകളെ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാവോ? മാത്രമല്ല, കേരളത്തിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഹമ്പടാ, അപ്പൊ മുസ്ലിങ്ങളാണോ ഇതൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്? ഹോ, മൊത്തത്തിൽ ഉടായ്പ കാണിക്കുന്നത് BJP ആണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ? അയ്യോ കരയില്ലേ? BJP അല്ല പിടിച്ചു പുറത്തിട്ടത്. BJP അല്ല അകത്തിട്ടത്. മതപരിവർത്തനമാണ് ലക്ഷ്യമെന്ന് പറയുന്നതിനെ പറ്റി കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കണം. ഇപ്പോ എല്ലാവർക്കും എല്ലാം ക്ലിയർ അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കണം.